പ്രത്യേകമായ സാഹചര്യം ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു ഈ പറയുന്ന പോലെ നമ്മൾ കൂടുതലും ആക്റ്റീവ് ആകുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിലാണ് നമ്മൾ കൂടുതൽ സജീവമാകുന്നത്, ചർച്ചകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കെന്തും നമ്മൾ രാവിലെ എന്ത് കഴിച്ചു എന്ന് പറയുന്നത് വരെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക്. അത് അല്ല, ഈ പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ കുട്ടികൾ അവരെന്ത് ചെയ്താലും തിരിഞ്ഞാലും പറഞ്ഞാലും എല്ലാം അത് അപ്പോഴേ ഫേസ്ബുക്കിലേക്ക് ഇടുക. ഞാൻ പറയുന്നത് എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള തലമുറയുടെ കാര്യമാണ് പറയുന്നത്. അവരുടെ ജീവിക്കുന്ന കാലഘട്ടമാണ്, അവരുടെ ജീവിതം അങ്ങനെയാണ്. നമ്മൾക്ക് അല്ലെങ്കിൽ അതിന് മുമ്പത്തെ തലമുറയ്ക്ക് അത് പക്ഷേ ഒരു പകപ്പെടുന്നില്ല. ഇതാണ് അവർ കണ്ടു വളർന്ന ജീവിതം. പക്ഷേ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തെ ഒരുപാട് പേരുടെ കൂട്ടായ്മയിൽ, ഒരുപാട് പേരുടെ ദീർഘകാലത്തെ പ്രയത്നം, പണം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇതെല്ലാം ഉള്ളതാണ്. അത് ഒരു സിനിമ കണ്ടിട്ട് ഒരാളുടെ ഇഷ്ടത്തെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരുപക്ഷെ ഒരു വലിയ ഒരു ഇൻഡസ്ട്രിയെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കും. കാരണം ഇത് ഒരുപക്ഷെ ഒരു പുതുതായി കടന്നു വരുന്ന ഒരു അഭിനേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെയൊക്കെ ഭാവിയെ നിർണ്ണയിക്കപ്പെടുന്നത് ഒരു ഫേസ്ബുക്കിലെ കമൻ്റ് ആകുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് വലിയ ദുരന്തമാണ്. അതുപോലെ ഒരു സിനിമ വളരെ പ്രതീക്ഷയോടെ മാസങ്ങളോളം എടുത്തിട്ട് അതിൻ്റെ പുറകെ അലഞ്ഞു നടന്ന ഒരു നിർമ്മാതാവും ഒരു സംവിധായകനും ഒരു എഴുത്തുകാരനും ഒക്കെ ഉണ്ട്. ഒരു നിമിഷത്തിൽ ആരോ പോയി കണ്ട ഒരു മെസ്സേജിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു വാർത്തയിലൂടെ ഒരു സന്ദേശത്തിലൂടെ അതൊക്കെ ശിഥിലമായി പോകുന്നൊരവസ്ഥ വളരെ ദയനീയമാണ്. അത് ഒരുപക്ഷെ അവർക്കൊന്നും ഒരു നേട്ടം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അതൊരു സാഡിസ്റ്റിക്കായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. അങ്ങനെ ഒരു കമൻറ്റ് ചെയ്യാൻ മാത്രം വേണ്ടി സിനിമ തിയേറ്ററിൽ പോയി. ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ കത്തി എന്ന് പറയുന്ന സിനിമയുടെ 10ാമത്തെ മിനിറ്റിൽ വിജയ് എത്തിക്കഴിഞ്ഞു, വിജയ് വന്നു, അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവെൽ വരെ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറയുന്ന അപ്പോൾ ഇവർ സിനിമ കാണാനാണോ പോകുന്നത്? ഇവിടെ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. അതാണ് അപ്പോൾ സിനിമ കാണുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യത്തിനും അപ്പുറത്തേക്ക് ഈ സിനിമ കണ്ടിട്ട് ഇതിനെപ്പറ്റി എൻ്റെ കമൻറ്റ് ഇട്ടിട്ട് മാക്സിമം ലൈക്ക് അതിനകത്ത് ഒരു ലൈക്കിലാണിപ്പോൾ ജീവിതം അല്ലേ? അത്തരത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടും ചിന്തയും വലിയ ഒരു ഇൻഡസ്ട്രിയുടെയും സാംസ്കാരികമായ രീതിയിലൊക്കെയുള്ള വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം. ഈ പറഞ്ഞ 2 സിനിമകളും പ്രേക്ഷകർ സ്വീകരിച്ചു. ഇപ്പം വെള്ളിമുഖ ഇതിഹാസം എന്ന സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. പക്ഷേ വെള്ളിമുഖ എന്ന് പറയുന്ന സിനിമ ഞാൻ തിയേറ്ററിൽ ഇറങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ കേട്ട ശേഷം തന്നെയാണ് പോയത്. പക്ഷേ അത് വളരെ സിമ്പിളായിട്ടുള്ള സത്യസന്ധമായ ഒരു സിനിമയാണ്. അതിനകത്തൊരു പ്രിറ്റൻഷനും ഇല്ല. ഞാൻ വലിയ മേക്കിങ്ങിനകത്ത് വലിയ ജാടകളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലൊരു കഥ പറയുന്നു. ആ കഥ കൃത്യമായിട്ടും ആ സിനിമയ്ക്ക് എന്താണോ ഒരു മേക്കിംഗ് ആവശ്യമായത് അത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ എല്ലാ സിനിമകളിലും എൻ്റെ ടെക്നിക്കൽ ബ്രില്യൻസ് കാണിക്കുക എന്നുള്ളതല്ല ഒരു സംവിധാനം ചെയ്യണം. ആ കഥയെ എങ്ങനെ നമ്മൾ സമീപിക്കണം. ഇത് വളരെ നാട്ടുപുറത്ത് നടക്കുന്നൊരു ഗ്രാമീണമായ പശ്ചാത്തലം നടക്കുന്ന കഥയെ ആ സിംപ്ലിസിറ്റിയോടുകൂടി പ്രസൻറ്റ് ചെയ്തു. അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. അതാണ് അത്തരത്തിലുള്ള പ്രവണത വളരെ നല്ലത് തന്നെയാണ്. കാരണം സിനിമ മുഖങ്ങൾ നോക്കിയോ പേരുകൾ നോക്കിയോ അല്ല കാണേണ്ടത്. സംവിധായകൻ്റെ പേരും താരത്തിൻ്റെ മുഖവുമൊക്കെ നമ്മളെ ഒരുപാട് പ്രാവശ്യം ചതിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള സംവിധായകരുടെ പേര് കണ്ടവരെ നിരാശപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രമുഖരായ നടന്മാരുടെ പേരുകൾ കേട്ടുപോയി കണ്ട സിനിമകളും നമ്മളെ നിരാശപ്പെടുത്തിയ അവസരങ്ങൾ ഒരുപാട് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രേക്ഷകർ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറിക്കൊണ്ട് എന്താണ് കണ്ടൻറ്റ് ഓഫ് ദ മൂവി എന്നുള്ള രീതിയിൽ അതിനെ വിലയിരുത്തുകയും കാണുകയും ചെയ്യുമ്പോഴാണ് നല്ല സിനിമകൾ ഉണ്ടാവുകയുള്ളൂ. അല്ല, ജീവിതം നമ്മൾ എന്തൊക്കെ ആയാലും, നമ്മൾ ഏത് ജനറേഷനിൽപ്പെട്ട ആളായാലും നമുക്കെല്ലാവർക്കും പുറകോട്ട് ചെല്ലുമ്പോൾ, നമ്മളൊന്ന് റിവൈൻഡ് ചെയ്ത് ചെല്ലുമ്പോൾ നമ്മളെല്ലാം എത്തി നിൽക്കുന്ന ഒരു കുടുംബത്തിൽ തന്നെയാണ്. ആരുടെയെങ്കിലും മകനോ മകളോ ആയിരിക്കാം. ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു കുടുംബ ബന്ധം അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും സഹോദരങ്ങളുമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയോടുമായിട്ടെങ്കിലും വളരെ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ആരും ഉണ്ടാകത്തില്ല. അപ്പോൾ അത്തരത്തിൽ അടിസ്ഥാനം നമ്മുടെ മനുഷ്യരെന്ന സാമൂഹ്യ ജീവിയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന കുടുംബം എന്ന് പറയുന്ന ആ ഒരു ന്യൂക്ലിയസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഏത് കഥകൾക്കും അടിസ്ഥാനം അത് തന്നെയാണ്. നമ്മൾ എന്ത് കഥ ലോകത്തിന് മുമ്പിൽ പറഞ്ഞാലും അതിൻ്റെ ഏറ്റവും താഴ്വേര് ചെന്ന് എത്തുന്നത് കുടുംബത്തിൽ തന്നെയാണ്. അപ്പം കുടുംബം, മനുഷ്യ ബന്ധങ്ങൾ ഇത് തന്നെയാണ് എക്കാലത്തും എല്ലാവർക്കും, സാഹിത്യത്തിലായാലും സിനിമയിലായാലും ഏത് കലാരൂപത്തിലായാലും വിഷയമായിട്ടുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്ന സാമൂഹ്യ ജീവിയുടെ, കുടുംബജീവിയുടെ കഥകൾ പറയുക തന്നെയാണ്. അവിടെ തന്നെയാണ് എത്തിച്ചേരുക. നമ്മൾ പുതിയ തലമുറയിൽപ്പെട്ടവരായാൽ പോലും അവർ കാണുന്ന ജീവിതത്തെ, അവരുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തന്നെയായിരിക്കും അവർ പറയുന്നത്. നമ്മളതിനെ കുറച്ച് കാണേണ്ട, മാറ്റി നിർത്തി കാണേണ്ടതാണ്. ഞാൻ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് ഞാൻ സിനിമ പറയുന്നതെങ്കിൽ
അവർ കടന്നു വരുന്നത് വ്യത്യസ്തമായി, അവർ ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും വ്യത്യസ്തമായൊരു കാലഘട്ടത്തിലാണ്, ജീവിത സാഹചര്യങ്ങളിലാണ്. അവർ കണ്ട അനുഭവങ്ങളും ജീവിതവും തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ആ അനുഭവങ്ങൾ എങ്ങനെ ഒരു കലാരൂപമായിട്ട് മാറ്റുമ്പോൾ അതെങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ പ്രസക്തിയും. അത് അദ്ദേഹത്തെ പ്രേക്ഷകരുടെ മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിൽ പറയുമ്പോഴാണ് അവൻ വിജയിക്കുകയും ചെയ്യുന്നത്.